വിവോയുടെ വിവോ V40 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. നമ്മളുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഈ ഫോണിൽ കേർവ്ഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. വളരെ കൂടി പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഇപ്പം വിവോയുടെ വിവോ V30 Pro എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ വന്നേക്കാം. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് വളരെ മികച്ചൊരു IP റേറ്റിംഗ് തന്നെയാണ്. അപ്പോൾ നല്ല IP റേറ്റിംഗ് ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം പഴയ വെർഷനിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. ഇനി പ്രൊസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. V30 Proയിൽ MediaTek Dimensity 8200 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയായിരിക്കും. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വിവോ V40 Proയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 12 GB റാം വരെയും 512 GB ഇന്റേണൽ വരെയും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX 921 സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ട് വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. ഇപ്പം വിവോയുടെ വിവോ V30 Proയിൽ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ ചിലപ്പം അത് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയേക്കാം. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പോൾ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഭയങ്കര അപ്ഗ്രേഡ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. പ്രോസസ്സറിൽ മാറ്റമുണ്ട്. പിന്നെ പുതിയ വെർഷനാണ്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററി കാര്യത്തിൽ 5500 mAh ബാറ്ററി ഇതിൽ വന്നേക്കാം. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നതായിരിക്കും. V30 Proയിൽ 5000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ബാറ്ററി കപ്പാസിറ്റി കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പഴയ വെർഷനിലും ഇതേ ചാർജിങ് സ്പീഡാണ് വന്നിട്ടുള്ളത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത് ചൈനീസ് മാർക്കറ്റിൽ വിവോ S19 Pro എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു V40 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പൊതുവെ V സീരീസിൽ വരുന്ന ഫോണുകൾ ചൈനീസ് മാർക്കറ്റിൽ വരുന്ന S സീരീസിൽ വരുന്ന ഫോണുകളുടെ റീബ്രാൻഡഡ് വെർഷൻസ് ആണ്. അപ്പം ഈ ഒരു ഫോണും ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയേക്കാം. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 38,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ നമുക്ക് ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം വിവോ V30 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 42,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ വിവോ V40 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.